റോളിംഗ് അല്ലേ ബ്രോ? ഈ സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഫൈനൽ ടൂറിന് വേണ്ടി ഷർട്ട് വരേണ്ട അവസ്ഥയാണ്. സോ ഹലോ, ഹായ്, നമസ്കാരം. സോ ദിസ് ഇസ് മീ, സ്റ്റാൻഡപ്പ് ശബരി ഹിയർ. സോ നമ്മുടെ കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് പറയുന്ന ഈ ഷോയുടെ ഫൈനൽ ടൂറിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ ഷോയുടെ ഇനിഷ്യൽ ടൈപ്പോഗ്രഫിയും ഇതിൻ്റെ ലോഗോ ഒക്കെ കണ്ടപ്പോൾ എന്നോട് ചില ഫ്രണ്ട്സ് ചോദിച്ചു, എന്താണ് നിൻ്റെ പുതിയ ഷോയുടെ പേര് കൂടുതൽ ചിന്തിക്കണ്ട? ദിസ് കൂടുതൽ ചിന്തിക്കണ്ട. ഇതൊരു മലയാളം സ്റ്റാൻഡപ്പ് കോമഡി ഷോ ബേസ്ഡ് ഓൺ ആങ്സൈറ്റിയാണ്. മലയാളം സ്റ്റാൻഡപ്പ് കോമഡി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ കണ്ടന്റ് ഒരു തീമിൽ വരുന്ന ഒരു ഷോനെയാണ് നമ്മൾ സ്റ്റാൻഡപ്പ് സ്പെഷ്യൽ എന്ന് ഇൻ ജനറൽ പറയുക. ആൻഡ് ദിസ് ഷോ ഇസ് ബേസ്ഡ് ഓൺ ആങ്സൈറ്റി. നമ്മൾ ഈ ലാസ്റ്റ് ടൂറിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ മെൻ്റലി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിങ്ങൾക്ക് കൗൺസിലിംഗ്, തെറപ്പി പോലുള്ള സർവീസസ് അവൈൽ ചെയ്യാവുന്നതാണ്. ആൻഡ് മെൻ്റലി കൂടുതൽ ചിന്തിക്കേണ്ടയുടെ ഫൈനൽ ടൂറ് ജൂലൈ 26 സാറ്റർഡേ തൃശ്ശൂരിൽ ഷേക്സ്പിയർ കഫേയിലും ഓഗസ്റ്റ് 2 കൊച്ചി JT പാക്കിലുമാണ് നടക്കുന്നത്. 7:30 2 ഷോ നടക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ടിക്കറ്റ്സ് ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആണ്. കൂടാതെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഷെയർ ചെയ്യാം. സോ നിങ്ങൾ ലൈവായിട്ടൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഷോ പെർട്ടിക്കുലർലി കണ്ടിട്ടില്ലെങ്കിൽ, സോ പ്ലീസ് ഡു കം ഫോർ ദിസ് ഷോ ബിക്കോസ് ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം ഐ എം ഗോണ ഡു. സോ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്റ്റാൻഡപ്പ് കോമഡി സ്പെഷ്യലും ഒരു തീമിലായിരിക്കും. സോ ഈ കൂടുതൽ ചിന്തിക്കേണ്ട എന്ന് പറയുന്ന ഷോ ആങ്സൈറ്റി അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീം സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയാം. ഓവർ തിങ്കിങ്, ഞാൻ പേഴ്സണലി വലിയൊരു ഓവർ തിങ്കറാണ്. ട്രൂലി മലയാളി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ ഷോ അല്ലെങ്കിൽ ആദ്യത്തെ സ്പെഷ്യൽ കഴിഞ്ഞിട്ട് ഇത് ചെയ്യുമ്പോൾ ട്രൂലി മലയാളി ഇൻ എ വേ സക്സസ്ഫുള്ളും ആയിരുന്നു, ഒരു ഫെയിലിയറും ആയിരുന്നു. അതിൻ്റെ സക്സസ് ഡെഫിനറ്റ്ലി അതിൻ്റെ കിട്ടിയ ഒരു അപ്രീസിയേഷനും അല്ലെങ്കിൽ നിങ്ങൾ തന്ന സപ്പോർട്ടും, ഈവൻ അത് പേ വാട്ട് യു വാണ്ട് മോഡലിലാണ് ഞാൻ യൂട്യൂബിൽ ചെയ്തത്. സോ ഇത് കണ്ടിട്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും വാട്ടെവർ പല ആളുകൾ പല സ്ഥലത്തുനിന്ന് എനിക്ക് ചെറിയൊരു എമൗണ്ട് അയച്ചു തന്നു. ആ രീതിയിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ട്രൂലി മലയാളി സക്സസ്ഫുൾ ആണെന്ന് തന്നെയാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. ട്രൂലി മലയാളി എന്തുകൊണ്ടൊരു ഫെയിലർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ എ വേ അതിന് ഒരു മോണിറ്ററി ആസ്പെക്ട്സ് ചിലപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് സ്റ്റിൽ ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ്, ഈ ഷോയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം ആയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്തു തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് സ്പെഷ്യൽ കൂടിയാണ്. അപ്പോൾ ഒരു ജോലി കിറ്റ് ചെയ്യുന്നതിൻ്റെ കുറേ ആങ്സൈറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിന് കുറേ ആങ്സൈറ്റി ഉള്ളപ്പോൾ ഞാൻ ഓർത്തു ഈ ഷോയോടുകൂടി എൻ്റെ ആങ്സൈറ്റി ഒക്കെ മാറുന്നു. ഇപ്പം ഈ ഷോ തന്നെ ഒരു ആങ്സൈറ്റി ആയി മാറിയിരിക്കുകയാണ്. ടിക്കറ്റ് ലിസ്റ്റ് ചെയ്യണം, അതിൻ്റെ കുറേ വഴികൾ, ഇനി വന്നു കഴിഞ്ഞാൽ ആളുകൾ ചിരിക്കോ എന്നുള്ള ചിന്ത. സോ ഈ ഷോ ഞാൻ മൾട്ടിപ്പിൾ സിറ്റീസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം 15 തവണ ലൈവായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൊച്ചി, കോട്ടയം, ട്രിവാൻഡ്രം, കോഴിക്കോട്, ബാംഗ്ലൂർ, ചെന്നൈ, ദുബായ് എന്നീ സിറ്റീസിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾ മെൻ്റലി കൂടുതൽ ചിന്തിക്കേണ്ട ഫൈനൽ ടൂറിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷോസ് തൃശ്ശൂർ ജൂലൈ 26 ആൻഡ് ഓഗസ്റ്റിൽ JT പാക്ക് കൊച്ചിയിലുമാണ്, ഓഗസ്റ്റ് 2. ആൻഡ് ഈ ഒരു തീം ഞാൻ സെലക്ട് ചെയ്യാനുള്ള സ്പെസിഫിക് റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഫിസിക്കൽ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഡോക്ടറെ കാണും, അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ ഒരു മെൻ്റലി നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് റിഗാർഡിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു കൺസേൺ വന്നു കഴിഞ്ഞാൽ പോലും നമുക്കത് ഷെയർ ചെയ്യാനുള്ള സ്റ്റിഗ്മ. നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് പറയാണ്, എടാ എനിക്കൊട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയാ, നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എനിക്ക് അതിനേക്കാൾ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് പറയാറ്. ഒരിക്കലും നമുക്കത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം പറയുന്നത് 100ൽ ഒരു 5 പേര് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ഫേസിലൂടെ പോയിട്ടുണ്ട്. നമ്മൾ ഇതിനെ ഉള്ള ഒരു അവയർനെസ്സിൻ്റെ പ്രോബ്ലം തന്നെയാണ്. പേഴ്സണലി ഞാൻ അങ്ങനെ ഒരു ഫേസിലൂടെ പോയപ്പോൾ ഞാൻ 1-2 പേരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് കിട്ടിയ ഒരു റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇതിനൊക്കെ ഒരു ഡോക്ടറെ കാണുന്നത്, ഭ്രാന്താന്ന് വിചാരിക്കൂലേ, നീ നല്ലൊരു ജോത്സ്യനെ കാണുക എന്നുള്ള റിപ്ലൈ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സൈലന്റ്ലി ഈ ഒരു ബാറ്റിൽ ഫൈറ്റ് ചെയ്യുന്ന അല്ലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പല രീതിയിൽ ഇങ്ങനത്തെ ബാറ്റിൽസ് ദേ ആർ സൈലന്റ് ബിക്കോസ് സൊസൈറ്റി അതെങ്ങനെ എടുക്കുന്ന അറിയില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്കാണ് ഈ ഷോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. പ്ലീസ് ഡു കം ആൻഡ് വാച്ച് ദിസ് ഷോ ലൈവ്. സോ കൂടുതൽ ചിന്തിക്കേണ്ട, ഇതൊരു സ്റ്റാൻഡപ്പ് കോമഡി ഓഫ് ലൈക്ക് ലൈഫ് ഓഫ് ഓവർ തിങ്കറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ആണ്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഇതുവരെ ചെയ്ത റെസ്പോൺസ് പ്രകാരം ഐ എം ഷുവർ ദാറ്റ് നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുന്നുള്ളത്. സോ പ്ലീസ് ഡു കം. കൂടുതൽ ചിന്തിക്കേണ്ട. ടിക്കറ്റ്സ് ലിങ്ക് ഇൻ ബയോ.